പിതാവ് മജ്നുവിൻ്റെ കാൽ കീഴിലേക്ക് വീഴുകയാണ്. മകനെ, നീ വരണം, ഉമ്മ നിന്നെ കാത്ത് കരഞ്ഞ് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ വരണം എന്ന് അപേക്ഷിച്ചപ്പോൾ, തൻ്റെ പിതാവ് ഇങ്ങനെ കാലിൽ പിടിച്ച് തന്നോട് അപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ മജ്നു അവരോട് സമ്മതിക്കുകയാണ്. അങ്ങനെ ഒട്ടകപ്പുറത്തിരുന്നിട്ട് ആ വിരൂപിയായി മാറിയ എല്ലും തോലുമായി മാറിയ മജ്നു മക്കയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. വഴിയിൽ വെച്ച് മുഴുവൻ ആളുകളും മജ്നുവിനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി, ഇതവർ കഥകളിലൂടെയും കവിതകളിലൂടെയും കേട്ട പ്രണയത്തിൻ്റെ വിശ്വസ്വരൂപമായി മാറിയ മജ്നുവാണ് എന്ന് അവർക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ മജ്നു ആരെയും ശ്രദ്ധിക്കുന്നില്ല. അവൻ്റെ ലോകത്തും അവൻ്റെ കവിതകളുടെ ലോകത്തും ലൈല മാത്രമാണുള്ളത്. അങ്ങനെ ഒട്ടകപ്പുറത്തേറിയിട്ട് അവർ മക്കയുടെ സമീപത്തെത്തുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തടിച്ചുകൂടിയ മനോഹരമായ കാഴ്ച മജ്നു കാണുന്നുണ്ട്.